കാശ ക്രിസ്മസ് കേക്കിൻ്റെ കച്ചവടത്തിൽ പ്രധാനമായി ശ്രദ്ധയൂന്നിയിരിക്കുകയാണ്. കരിമ്പുംകാലയാവട്ടെ ഇതെല്ലാം വിട്ട് കരിമ്പുംകാലയുടെ വഖഫ് വിഷയത്തിലുള്ള പ്രഖ്യാപന ഘോഷയാത്രകളും ഘോരാഘോരമായ വാദങ്ങളും അരങ്ങേറുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒഡീഷയിൽ ഒരു ക്രൈസ്തവ മതവിശ്വാസിയായ ചെറുപ്പക്കാരനെ ബൈബിളിൻ്റെ പുറത്ത് കയറ്റി നിർത്തി ജയ് ശ്രീരാം വിളിപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വിവിധ ചാനലുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മയ്യാറ്റുംകുഴി അച്ഛനോ ഏതാണ്ട് ഒരു അച്ഛൻ്റെ പേര് കഴിഞ്ഞ ദിവസം കാസ ഒരു പ്രസംഗം കത്തിച്ചു വിട്ടിരിക്കുന്നുണ്ട്. നിർഭയത്വമാണ് സഭയത്വം, നിർഭയത്വമില്ലാത്ത ധീരതയെ ധീരതയെന്ന് വിളിക്കുന്നു, ധീരതയെ കുറിച്ചു മൂടിയവർ ഭീരുക്കളാണ് എന്നൊക്കെയാണ് സാക്ഷാൽ പിതാവ് അൾത്താരയിൽ നിന്ന് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാശയാകട്ടെ ഒരു ചെറിയ വിശ്രമത്തിലാണ്, സന്തോഷത്തിൻ്റെ വിശ്രമത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ കാക്കാമാരെയെല്ലാം കേക്ക് കച്ചവടം പൊട്ടിച്ച് അവരെ പട്ടിണിയിലാക്കി കുറേ പേർ പട്ടിണി കിടന്ന് മരിക്കുകയും മറ്റു കുറേ പേർ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്ത വാർത്തകൾ കണ്ട് കാശ വളരെ സന്തോഷത്തോടെ ചാരിയിരുന്ന് നെടുവീർപ്പിടുകയാണ്. ആ നെടുവീർപ്പിടുന്നതിനിടയിലാണ് ഈ വിശുദ്ധ ഗ്രന്ഥമെന്ന് ക്രൈസ്തവ മതവിശ്വാസികൾ വിശ്വസിക്കുന്ന ബൈബിളിൻ്റെ പുറത്ത് താണ്ഡവ നൃത്തമാടിയത്. ഒഡീഷയിലാണ്. കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ അവിടെ ഗവൺമെൻറ് മാറിയിട്ട്. നമ്മുടെ കാശാടെയൊക്കെ സ്വന്തം സർക്കാർ വന്നിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. അതിനു മുമ്പ് ഭരിച്ചിരുന്ന നവീൻ പട്നായികിൻ്റെ കാലത്തൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. അതിനു മുൻപ് ഭരിച്ചപ്പോഴാണ് നമ്മുടെ ഗ്രഹാൻ സ്റ്റെയിൻസിനെയും മക്കളെയും കൈകാര്യം ചെയ്ത് കശാപ്പ് ചെയ്തത്. അതൊന്നും കാശായിക്ക് വിഷയമല്ല. കരിമ്പുംകാലയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ കരിമ്പുംകാല ഇതവിടെ വെച്ചിട്ട് മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന മുനമ്പത്ത മനുഷ്യരുടെ ദുഃഖം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയും. ബൈബിളിൽ ചവിട്ടി നിൽക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളത് മണ്ണിൽ ചവിട്ടി നിൽക്കുന്നതാണെന്ന് പറയും. പിന്നെ രണ്ട് അച്ഛന്മാരും ഉണ്ട് അവർക്ക് കൂട്ടായിട്ട് പ്രസംഗത്തിലൂടെ കത്തിച്ച് വിട്ടുകൊടുക്കാൻ. ഏതായാലും സംഗതി ഗംഭീരമാണ്. കാശ ഉടൻ തന്നെ സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കണം. അത് ഒഡീഷയിലെ ഗോത്രാചാരപ്രകാരമുള്ള ഒരു സംഗതിയാണ്. രണ്ട് ഗോത്രങ്ങൾ ചേർന്ന് ഒരു ഗോത്രത്തിൻ്റെ പുറത്ത് കയറ്റി നിർത്തിയതാണെന്നും ആ ഗോത്രവും ഗാത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ആരും വർഗീയമാക്കരുതെന്നും അത് മനുഷ്യവിരുദ്ധമല്ലെന്നും അത് ഗോത്രവിരുദ്ധമാണെന്നും ഒരു പ്രസ്താവന ഇറക്കിയിട്ട് കരിമ്പുംകാല ഇഴയിൽ കൊടുത്ത് ഏതെങ്കിലും ചാനലിലേക്ക് വിടുക. ഇതിനൊക്കെ പോകാൻ കരിമ്പുംകാലയെ കിട്ടൂ, പറയാനും കരിമ്പുംകാലയ്ക്കേ പറ്റൂ.